ഏതൊരു ചെടിയും ഇടതൂർന്ന് വളർന്ന് ഇതുപോലെ വരണമെങ്കിൽ അതിന് അതിൻ്റേതായിട്ടുള്ള അതാവശ്യപ്പെടുന്ന ഒരു നല്ല എൻവയോൺമെൻറ്റ് ആവശ്യമാണ്. അതിൽ പ്രധാനം ആ ചെടി നിലകൊള്ളുന്ന മണ്ണിൻ്റെ പ്രത്യേകതയാണ്. ആ ചെടിക്ക് വളരാനും വേര് പിടിക്കുന്നതിനും ആവശ്യമായിട്ടുള്ള വളത്തിൻ്റെ മൈക്രോ ന്യൂട്രിയൻസ് ആ മണ്ണിൽ ധാരാളമായിട്ട് അല്ലെങ്കിൽ ആവശ്യത്തിന് ഉണ്ടെങ്കിൽ തീർച്ചയായും ആ ചെടി നന്നായിട്ട് വളരും, കൂടുതൽ ബ്രാഞ്ചുകളുണ്ടാകും. ഫ്രൂട്ട്സ് ഉണ്ടാകുന്ന ചെടിയാണെങ്കിൽ ധാരാളം ഫ്രൂട്ട്സും ഉണ്ടാകും. അലോവേറ പ്ലാന്റ് പ്രത്യേകിച്ച് വേര് ബ്രാഞ്ചായിട്ട് പോവുകയും അതിൻ്റെ ഇടയ്ക്കുള്ള നോഡ്യൂൾസിൽ നിന്ന് പുതിയ വിത്തുകൾ ഉണ്ടാവുകയും ചെയ്യും. ഇത് ഓർണമെൻ്റൽ പ്ലാന്റ്സ് ആണെങ്കിലും അല്ലെങ്കിൽ പച്ചക്കറി, അതായത് തക്കാളിയോ വെണ്ടയ്ക്കയോ പച്ചമുളകോ ഇതൊക്കെ നട്ടുപിടിപ്പിക്കുമ്പോൾ ഇതുപോലെ നല്ല ഒരു മണ്ണിൻ്റെ എൻവയോൺമെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ, അതായത് കറക്റ്റായിട്ടുള്ള മൈക്രോ ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഒരു സബ്സ്ട്രേറ്റം കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ ചെടി നല്ല പ്രൊഡക്ടിവിറ്റിയുള്ള നന്നായിട്ട് ആരോഗ്യമുള്ള ചെടിയായിട്ട് മാറും. ഞാനിവിടെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പോട്ടിംഗ് മിക്സ്ചറാണ്. അത് ഞാൻ ഓൺലൈനിൽ ആമസോണിൽ നിന്ന് വരുത്തിയതാണ്. ഇത് ഞാൻ ഒരു പാക്കറ്റ് വാങ്ങിച്ച് ഇട്ട് നോക്കിയാണ് ആദ്യം ഈ കൃഷി ആരംഭിക്കുന്നത്. അത് 7 പ്രധാനപ്പെട്ട ഘടകങ്ങൾ അടങ്ങി മിക്സ് ചെയ്തിട്ടുള്ള ഒരു പാക്കറ്റായിരുന്നു. വെളുത്ത ഗ്രാനുവൽസ് അവിടെ ഇവിടെ വെതറിയിട്ടേക്കുന്ന പോലത്തെ കറുത്ത പൗഡറാണ് ഞാനിത് ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് ഈ കാണുന്ന പാക്കറ്റിലാണ് കയർപ്പീറ്റ്, ഓർഗാനിക് മനുവർ, ബയോ ഫെർട്ടിലൈസർ ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട്. നമ്മളൊരു ചെടി നടുമ്പോഴോ വിത്ത് പാകുമ്പോഴോ നമുക്ക് ഇതെല്ലാം സെപ്പറേറ്റ് പോയി വാങ്ങേണ്ട കാര്യമില്ല. ഇങ്ങനൊരു പോട്ടിംഗ് മിക്സ്ചർ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ വിത്തുകളൊക്കെ പാകാം, നന്നായിട്ട് പ്രൊഡക്ടിവിറ്റി ഉണ്ടാകും. ഞാൻ ഈ പ്രൊഡക്റ്റിൻ്റെ ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം.